വഫയുടെ എൻറ്റയർ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 വീഡിയോ ആയിരിക്കും മാക്സിമം മെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി ഒരു 99% വുമണിനെ തന്നെയാണെന്നുള്ളത്. വൈ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, വുമൺ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ അത് മെന്നിനും കൂടെ വേണ്ടിയിട്ടാണ്, മെന്നെന്ന് എടുത്ത് പറയുന്നില്ല എന്ന്. യു പറയുമ്പോൾ ഈ ഫെമിനിസം എന്നുള്ളതിൽ ഓൾ സെക്സസ് ഈക്വൽ റൈറ്റ്സ് എല്ലാം വരുന്നുണ്ടെന്ന് പറയുമെങ്കിൽ പോലും എപ്പോഴെങ്കിലും കുറച്ചൊരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് പോകുന്നു തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ചോയ്സ് എന്ന് പറഞ്ഞ വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഭയങ്കര പേടിയായി തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടികളാ ആ ഒരു മിഠായി കൊടുക്കല്. ഇപ്പം വഫ കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ഷനിലൊക്കെ ആണെങ്കിലും ഒരു ഏർലി 20s ഇല്ലെങ്കിൽ 21 ആ ഒരു ഏജിലുള്ള പെൺകുട്ടികളെ ആൺകുട്ടികൾ കല്യാണം കഴിക്കാൻ ചൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. ഏറ്റവും മുന്നേ നമ്മൾ പറഞ്ഞ് നിർത്തിയ സ്റ്റേറ്റ്മെന്റിൽ പെൺകുട്ടികൾക്ക് ചൂസ് ചെയ്യാം, അപ്പം ആൺകുട്ടികൾക്കും ചൂസ് ചെയ്തു. ആരെങ്കിലും പറഞ്ഞതിന് ശേഷം ഡിലീറ്റ് ചെയ്യാൻ തോന്നിയത് അത് ഞാൻ പറഞ്ഞത് ശരിയായില്ല. ആസിഫിന്റെ ഒരു കോണ്ടന്റ് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസം എന്നുള്ള ടേം എന്താണ് വഫ മീൻ ചെയ്യുന്നത്? അപ്പം ഏതൊരു കാര്യം സംസാരിക്കെങ്കിലും അത് ഒരു വിമണിന് ഭയങ്കര മീൻസ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അങ്ങനെ ആയതുകൊണ്ടാണ്. എല്ലാ സെക്സിനും ഒരേപോലെ എല്ലാ ജെൻഡറിനും ഒരേ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ഇക്വാലിറ്റിയാണ്. നിങ്ങൾക്ക് പോയി 10 ആൾക്കാരെ അടിക്കണം എന്നല്ല പറയണേ. നിങ്ങൾക്ക് എവിടെയും പോകാനുള്ള ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തും ഇടാനുള്ള ചോയ്സ് ഉണ്ട്, ടൈമിന് പ്രശ്നമില്ല. ഡിസിഷൻ എടുക്കുമ്പോൾ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അലോഡ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നില്ല. എന്താണ് ഒരു പോയിന്റ് ഓഫ് വ്യൂ? എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. 2 ദിവസം ഞാൻ അതിൽ തന്നെ പെട്ട് കിടക്കുമായിരുന്നു. നമുക്ക് ഭയങ്കര ഒരു ഇൻജസ്റ്റിസ്, അതിൽ കൂടുതലൊന്നും പറയാനില്ല. വെൽക്കം ടു ജംഗോ സ്പേസ്. ഞാൻ കിങ്ങിനി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ജസ്റ്റ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് ഇഷ്യൂസിലും ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളിലും സ്ട്രോങ് ആയിട്ടൊരു ഒപ്പീനിയൻ ഉള്ള ഒരാൾ, അത് സോഷ്യൽ മീഡിയ ത്രൂ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. സോ ലെറ്റ് മീ വെൽക്കം വഫ. വെൽക്കം ടു ദി ഷോ. ഹലോ ജാങ്കോ സ്പേസ്, താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഹിയർ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ്, അങ്ങനെ പോകുന്നു. വർക്കും കാര്യങ്ങളുമായിട്ട് ഓൾസോ സോഷ്യൽ മീഡിയ അങ്ങനെ പോകുന്നു. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ കാര്യം തന്നെ തുടങ്ങാം കേട്ടോ. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, അതിൻ്റെ അപ്പുറത്തേക്ക് സംസാരിക്കുന്നതെല്ലാം കോൺട്രവേഴ്ഷ്യലായി മാറുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ആപ്റ്റ്. അതെങ്ങനെയാണ് സംസാരിക്കുന്നതെല്ലാം കോൺട്രവേഴ്ഷ്യലായി മാറുന്നത്? ആക്ച്വലി ബേസിക് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുകയും അതിനെ ആൾക്കാർ വേറെ രീതിയിൽ പേട്രിയാർക്കി നോർമലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ സ്റ്റിൽ നമ്മുടെ സമൂഹത്തിൽ അതൊരു കോൺട്രവേഴ്സി ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോഴും ആ സ്റ്റേജിലാണ് നിൽക്കുന്നത്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷെ അത് വേറെ എന്തോ വലിയ കോൺട്രവേഴ്സി ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും തിങ്ക് ചെയ്യേണ്ടത് അവിടെയാണ്. ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും അത് ഭയങ്കര വലിയ വിഷയമാവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിപ്പോഴും അച്ചീവ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ആക്ച്വലി ഇങ്ങനെ റീല് കാണുമ്പം സ്വന്തമായിട്ട് ഓക്കെ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതാണോ അതോ ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ട് ചെയ്യുന്നതാണോ? ഓഫ് കോഴ്സ് ഷെയർ ചെയ്യുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഒരേ ടോപ്പിക് തന്നെ ഷെയർ ചെയ്യും. അപ്പം ചിലത് ഒരു വളരെ 1 minute റീലായിരിക്കും. അപ്പൊ എനിക്ക് അതിൽ അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല. ബിക്കോസ് വിൽ ഹാവ് ടു വാച്ച് ദ റെസ്റ്റ് ആസ് വെൽ. അപ്പം ഞാൻ അതിന്റെ യൂട്യൂബിൽ പോയിട്ട് ഐ വാച്ച് ദ ഹോൾ വീഡിയോ, എന്നിട്ട് അത് എന്താണ് കാര്യം പറയണമെന്ന് നോക്കിയിട്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുക. അപ്പം എനിക്കത് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഒരു ടോപ്പിക് സംസാരിക്കാൻ എടുക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി റിസർച്ച് എല്ലാം ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് അധികം പെൺകുട്ടികൾ ആണ് എനിക്ക് റീൽ ഷെയർ ചെയ്ത് തരാം. ഇത് ചേച്ചി ഇതൊന്ന് കണ്ടു നോക്കോ, ഇത് എനിക്ക് തോന്നിയതാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് നോക്കുമ്പോൾ ഞാൻ ഓഫ് കോഴ്സ് യൂട്യൂബിൽ അതിന്റെ ഫുൾ വീഡിയോ അവൈലബിൾ ആവല്ലോ. അപ്പൊ അത് നോക്കിയിട്ട് അത് കാണും. അത് കണ്ടിട്ട് ഞാൻ ആ ഏത് പേഴ്സൺ ആണോ അത് സംസാരിച്ചിട്ടുള്ളത് അവരുടെ ഓഫ് കോഴ്സ് പണ്ട് അവർ സംസാരിച്ച വീഡിയോയിലും അത് ഉണ്ടാവും. മേ ബി ഒരു പ്രാവശ്യമായിരിക്കില്ല 2-3 പ്രാവശ്യം സെയിം കാര്യം പല സ്ഥലത്തായിട്ട് പറഞ്ഞതുണ്ടാവും. സോ അതൊക്കെ ഞാൻ വാച്ച് ചെയ്തിട്ട് എനിക്ക് ഫാക്ട് ചെക്ക് ചെയ്യും. ആക്ച്വലി ആ പേഴ്സൺ അല്ല,
പറഞ്ഞ കാര്യങ്ങളോടാണ് എനിക്ക് എപ്പോഴും എതിർപ്പുള്ളത്. ഒരിക്കലും നമ്മളാരും പേഴ്സണലി അവരെ അറിയില്ല. അപ്പം അവരെന്താണോ പറയുന്നത് അതിന് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള കാര്യം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും ഒരു റീല് കാണുമ്പോൾ അതിന്റെ കോമന്റ് ബോക്സ് നോക്കുന്ന ഒരാളാണ്. ബിക്കോസ് കോമന്റ് ബോക്സിൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം ആളുകൾ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ് ഉള്ളത്. അപ്പൊ അവരത് നോർമലൈസ് ചെയ്യും. അപ്പൊ ആ നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവും. സോഷ്യൽ മീഡിയ ബിക്കോസ് ഭയങ്കര ബൂമിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ. ദാറ്റ്സ് വൈ ഞാൻ സംസാരിക്കാറ്. വഫയുടെ കമന്റ് ബോക്സ് നോക്കാറുണ്ടാവൂലോ, അതിൽ പോസിറ്റീവ്സ് ആണോ നെഗറ്റീവ്സ് ആണോ കൂടുതൽ വരാറ്? നെഗറ്റീവ്സ്. ഒരു പെർസെന്റേജ് രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മേ ബി 60% നെഗറ്റീവ് ഉണ്ടാവും. അത് അധികം മെന്നാണ് അതിൽ കോമന്റ് ചെയ്യുക നെഗറ്റീവായിട്ട്. ബിക്കോസ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോൾ അത് അവർ ഈഗോ ഹേർട്ട് ആവുന്ന പോലെ തോന്നും. കാരണം നമ്മുടെ സമൂഹത്തിൽ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഓഫ് കോഴ്സ് ഡോമിനൻസ് ഉള്ളത് മെന്നിനാണ്. അപ്പം അവരുടെ വിചാരം നമ്മൾ അവർക്കെതിരെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ബേസിക് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ അത് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അവരെ ഈഗോ ഹേർട്ട് ആവുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അവർ കോമന്റ് ചെയ്യുന്നത്. ബട്ട് ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഓക്കെ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ടുഗെദർ വി ക്യാൻ ചേഞ്ച് ഇറ്റ് എന്നല്ല ചിന്തിക്കുന്നത്. അതിനെതിരെയായിട്ട് അവര് കൗണ്ടർ ചെയ്യും. ഓക്കെ, വഫയുടെ ആ ഒരു ബയോയിൽ തന്നെ നമ്മൾ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസം എന്നുള്ളത്. ശരിക്കും ഈ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസം എന്നുള്ള ടേം എന്താണ് വഫ മീൻ ചെയ്യുന്നത്? ശരിക്കും പല ആൾക്കാർക്കും പല രീതിയിൽ നോക്കിക്കാണുന്ന ഒരു ടേം ആണത്. ഐ തിങ്ക് ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ഫെമിനിസം എന്ന് പറഞ്ഞത് അഡ്വക്കസി, ഫുൾ അഡ്വക്കസിയാണ്. ഫുൾ അഡ്വക്കസി ഫോർ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഓഫ് ദ സെക്സസ്. സെക്സസ് എന്നാണ് അതിൽ പറയുന്നത്, വിമൻ എന്നല്ല. അപ്പം എല്ലാ സെക്സിനും ഒരേപോലെ എല്ലാ ജെൻഡറിനും ഒരേ രീതിയിലുള്ള എന്താ പറയാ ഓപ്പർച്യൂണിറ്റി, ഇക്വാലിറ്റി ആണ്. അത് ഫിസിയോളജിക്കൽ അല്ല, ബയോളജിക്കൽ അല്ല. ബിക്കോസ് ബയോളജിക്കൽ ഫിസിയോളജിക്കൽ എടുക്കുമ്പോൾ മെൻ ആൻഡ് വിമൻ ആർ ഡിഫറെന്റ്. അത് എല്ലാവർക്കും അറിയാം. അത് ആണും പെണ്ണും ഒരിക്കലും ആ കാര്യത്തിൽ ഈക്വൽ അല്ല. നമുക്ക് പോയി 10 ആൾക്കാരെ അടിക്കണം എന്നല്ല പറയണേ. പക്ഷേ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയും പോകാനുള്ള ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തും ഇടാനുള്ള ചോയ്സ് ഉണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട്, ടൈമിന് പ്രശ്നമില്ല. അപ്പം നിങ്ങളൊരു ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അലോഡ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നില്ല. അതേപോലെ തന്നെ ഒരു ജെൻഡർ ആണ് വിമൺ എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഡൈവേഴ്സ് ജെൻഡർ ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഇക്വാലിറ്റിയാണ് ശരിക്കും ഫെമിനിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ അപ് ടു യു പറയുമ്പോൾ ഈ ഫെമിനിസം എന്നുള്ളതിൽ ഓൾ സെക്സസ് ഈക്വൽ റൈറ്റ്സ് എല്ലാം വരുന്നുണ്ടെന്ന് പറയുമെങ്കിൽ പോലും എപ്പോഴെങ്കിലും കുറച്ചൊരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് പോകുന്നത് തോന്നിയിട്ടുണ്ടാവും. ബിക്കോസ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അപ്പം ഏതൊരു കാര്യം സംസാരിക്കെങ്കിലും അത് ഒരു വിമണിന് ഭയങ്കരമായിട്ട് മീൻസ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലാതെ ചുമ്മാ ഓക്കെ വിമണിനെ കുറിച്ച് സംസാരിക്കുക അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് മെന്നായിരിക്കും. ഒബ്വിയസ്ലി സബ്മിസീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്നത് വിമൺ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഓർഗാനിക്കലി ആയി പോകുന്നതാണ്. അല്ലാതെ ഒരിക്കലും ഓക്കെ ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ വുമണിനെ കുറിച്ച് സംസാരിക്കുക അല്ല അവർക്ക് വേണം അങ്ങനെയല്ല. ഞാൻ ആക്ച്വലി ഒരു വീഡിയോയുടെ താഴെ കണ്ട ഒരു കമന്റ് ആണ് കേട്ടോ. ലൈക് സെയിം തിങ് ഇത് തന്നെയാണ് സംസാരിക്കുന്നത്, മെൻസിന് വേണ്ടിയിട്ടും സംസാരിക്കുന്ന ഒരു വീഡിയോയുടെ താഴെ കണ്ടൊരു കമന്റ് ആണ്. പക്ഷേ വഫയുടെ എൻറ്റയർ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 വീഡിയോ ആയിരിക്കും മാക്സിമം മെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി ഒരു 99% വുമണിനെ തന്നെയാണെന്നുള്ളത്. അതെ, ബിക്കോസ് ദേ ആർ ഓൾറെഡി പ്രിവിലേജ്ഡ് ആയ ഒരു മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് അവരുടെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേട്രിയാർക്കി കാരണമാണ്, ഫെമിനിസം കാരണമോ അല്ലെങ്കിൽ വിമൻ കാരണമോ അല്ല. അപ്പം അത് നമ്മൾ സംസാരിക്കുന്നത് ഓൾറെഡി മെന്നിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ മെൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മെന്നിനെ കുറിച്ചും കൂടിയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം അവരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്, സ്ത്രീകൾക്ക് വേണ്ട ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ചോയ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വിമൺ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ മെന്നിന്റെ ബേർഡൻ കുറയാണ് അവിടെ. അതായത് ഒരു ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാനും അവരവിടെ ബ്രെഡ് വിന്നർ ആവുകയാണല്ലോ. അപ്പോൾ ഇവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അല്ലെങ്കിൽ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വിട്ടാൽ മാത്രമേ എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റൂ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ലെങ്കിൽ അത് പോയിട്ട് വർക്ക് ചെയ്തിട്ട് ഷീ ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട്, അത് ഷെയർ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം എന്താ പറ്റുന്നത്, ഈ മെന്നിന്റെ മുകളിലുള്ള ഈ ബേർഡൻ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ
അപ്പൊ നമ്മൾ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതും ആണുങ്ങൾക്കാണ്. Yeah. പക്ഷെ അത് അണ്ടർസ്റ്റാൻഡ് അതാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്താ പറയുന്നത് എന്നുള്ളത്. നീ സംസാരിക്കുന്നത് ഓക്കെ ആണുങ്ങൾക്കെതിരെയാണ്, അത് അവിടെ കഴിഞ്ഞു, പീരീഡ്. ഇനി അതിനെ കുറിച്ച് ഒന്നും ഇല്ല എന്നുള്ള ഒരു ഇതാണ്. മേ ബി എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞില്ലേ, തൊട്ട് മുന്നേ പറഞ്ഞ ഒരു സെന്റൻസ് ആണ്, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, വുമൺ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ അത് മെന്നിനും കൂടെ വേണ്ടിയിട്ടാണ്, മെന്നെന്ന് എടുത്ത് പറയുന്നില്ല എന്ന്. പക്ഷെ ഓൺ മെനി വീഡിയോസ് വുമൺ എന്നുള്ളത് എടുത്ത് പറയാൻ പറ്റുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നത്. മെന്ന് പറഞ്ഞ് സംസാരിച്ചാൽ ചിലപ്പോൾ അത് അക്സെപ്റ്റബിൾ ആവുമായിരിക്കും, മേ ബി അതുകൊണ്ടായിരിക്കാം. ഓക്കെ, കമ്മിങ് ടു യുവർ പേഴ്സണൽ ലൈഫ്, എന്താണ് ശരിക്കും ബഫ ചെയ്യുന്നത്? ഓക്കെ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ഞാനിപ്പോൾ 2 year ആയിട്ട് ടൈം ലൈൻ എന്ന് പറയുന്ന നാഷണൽ മീഡിയയിൽ വർക്ക് ചെയ്യാണ്, സീനിയർ സബ് എഡിറ്റർ ആയിട്ട്. ആൻഡ് ഒരു ആങ്കർ ആണ്. അപ്പോൾ അവിടുത്തെ ഇന്റർവ്യൂ തന്നെ ചെയ്യും. അതല്ലാതെ ആങ്കറിങ്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആങ്കർ ചെയ്യും. അല്ലാത്ത അതെ, പിന്നെ ബാക്കിയുള്ള ഇവന്റ്സ് ഒക്കെ ആങ്കർ ചെയ്യും. ബിക്കോസ് എന്തോന്ന് വെച്ചാൽ അതെന്റെ പാഷനാണ്, ജേർണലിസം എന്ന് പറയുന്നതും. പിന്നെ ഈ നാഷണൽ മീഡിയ എന്നുള്ളതിലേക്ക് എനിക്ക് കുറച്ചും കൂടി അവിടെ കുറച്ചും കൂടി ലിബറൽ ആണ്. അപ്പൊ ഐ ഓൾവേസ് വാണ്ടഡ് ടു വർക്ക് ദർ. ഈ പറയുന്ന മാതിരി പിന്നെ ജേർണലിസം നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വളരെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോബേ ഉള്ളൂ. യു കാൻ മേക്ക് മണി, ബട്ട് നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ നന്നായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോബ്. എനിക്ക് ആ ഒരു പാഷൻ കൊണ്ട് ഞാൻ ജേർണലിസ്റ്റ് ആയതാണ്. ആൻഡ് ദെൻ ഞാനൊരു ആദ്യം ഒരു മലയാള മീഡിയയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നാഷണൽ മീഡിയയിലേക്ക് വരുന്നത്. Like I thought you are like English professor or something. Okay, more than a language, ഒരു കണക്ഷൻ ഉണ്ട് ഇംഗ്ലീഷുമായിട്ടല്ലേ? എന്താണത്? ഞാൻ ആക്ച്വലി BA ഇംഗ്ലീഷ് ആണ് എടുത്തത്. ആൻഡ് എനിക്കൊരു ആ ഒരു ലാംഗ്വേജിനോട് ഭയങ്കര ഫോണ്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് ലാംഗ്വേജിനോട്. ബിക്കോസ് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. അതാണ് ഒന്നാമത്. പിന്നെ മലയാളം എന്ന് പറയുന്നത് റീജിയണൽ ലാംഗ്വേജ് ആണ്, നമ്മുടെ മദർ ടങ് ആണ്. നമുക്ക് സംസാരിക്കാനും എഴുതാനും അറിഞ്ഞാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജിന് നമ്മൾ കുറച്ചും കൂടി പഠിക്കുക അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് കൊടുത്താണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ടാവും. അത് എല്ലാവർക്കും അറിയാം. ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സംസാരിക്കാൻ, ഈ ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനും തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഒരുപാട് ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് വരെയും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ക്ലബ് ഹൗസിൽ ഞാൻ ഫെമിനിസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതോ വർഷം നടന്നത് ടൈമിലുണ്ടോ എനിക്ക് ഇതിനെ പറ്റി ഒരു അറിവില്ല. പക്ഷെ ഞാൻ ഈ ഇന്റർവ്യൂവിന് വേണ്ടി റിസർച്ച് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ കണ്ട കമന്റ്, ക്ലബ് ഹൗസിൽ ഫെമിനിസം സംസാരിക്കുന്ന സ്ത്രീ, ക്ലബ് ഹൗസിൽ ഫെമിനിസത്തിന് വേണ്ടി വാദിച്ച സ്ത്രീ, ഇതാണ് കാണുന്ന കമന്റ്. ബിക്കോസ് ഐ വാസ് കൺസീവിങ്. ആ ടൈമിൽ ഞാൻ കൺസീവിങ് ആയിരുന്നു. എന്നിട്ട് 2 മണി 3 മണി നേരൊക്കെ ഞാൻ ഇരുന്നിട്ട് ഫെമിനിസത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ അതിൽ ലിസണേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് മെനാണ്. ആൻഡ് അവർ വന്നിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക, സ്ത്രീകളുടെ സെക്ഷൽ ലൈഫിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. കുറച്ച് ഈ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ. ബട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് ഇവർ യൂട്യൂബിൽ പോയിട്ട് ദേ മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ്. അത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അവർ കട്ട് ചെയ്ത് അത് വെച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കും. സോ ഐ തോട്ട് അപ്പോഴേ സൈബർ ബുള്ളിങ് തുടങ്ങിയപ്പോൾ അത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ബിക്കോസ് ഞാൻ പ്രഗ്നന്റ് ആണല്ലോ. അപ്പോൾ ഐ തോട്ട് ഓക്കെ, ഇവിടെ കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് തുടങ്ങിയത്. പക്ഷേ ക്ലബ് ഹൗസിൽ ഫെമിനിസം ഉണ്ട്. ബട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ഈ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ അതൊരു ബൂമിങ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. കുറേ ഇംഗ്ലീഷിൻ്റെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് ദം ഡു. ആൻഡ് എനിക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഒക്കെ കേരള തന്നെയാ? കേരളത്തിലുള്ള ഒരു ആക്സെന്റിൽ ചെറിയൊരു ഡിഫറൻസ് എല്ലാരും പറയുന്നുണ്ടല്ലോ. അത് ആക്ച്വലി ഇല്ല ഐനോ ആക്ച്വലി ഞാൻ പക്ക കോഴിക്കോട്ടുകാരിയാണ്. അപ്പൊ എനിക്ക് കോഴിക്കോട് ആക്സെന്റ് തന്നെയായിരുന്നു, ആ ഒരു സ്ലാങ്, കോഴിക്കോട് സ്ലാങ് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ പുറത്തുള്ള ആൾക്കാരോട് സംസാരിച്ച് ഇന്റർവ്യൂവിനും അല്ലെങ്കിൽ ആങ്കറിങ്ങും ഒക്കെ ചെയ്ത് എൻ്റെ സ്ലാങ് നല്ലപോലെ മാറി. മലയാളമായിട്ട് ടച്ച് ഇല്ലാണ്ടായി. അതാണ് ശരിക്കും ഒരു +2 ശേഷം ഞാൻ മലയാളം സംസാരിക്കലില്ല. ഫ്രണ്ട്സിന്റെ കൂടെയാണ് സംസാരിക്കല്. വീട്ടിൽ മലയാളം സംസാരിക്കും, ഫ്രണ്ട്സിന്റെ കൂടെ മലയാളം സംസാരിക്കും. പക്ഷെ കൂടുതലായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കായി. അപ്പൊ പിന്നെ എനിക്ക് പെട്ടെന്ന് ഇംഗ്ലീഷായി. അപ്പൊ എനിക്ക് പെട്ടെന്ന് മലയാളം വേർഡ് കിട്ടാതെയായി.
സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ലാംഗ്വേജിന് കുറെ കാലം യൂസ് ചെയ്യാതിരുന്നാൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി നമ്മളേന്ന് പോവും. അത് അതായത് ചില സമയത്ത് മലയാളം മറക്കൂല, പക്ഷെ ചില സമയത്ത് അതിന് പകരം നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിച്ചു യൂസ് ചെയ്തു. അപ്പൊ എന്റെ സ്ലാങ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. ഈവൻ ഇപ്പൊ റിജണൽ ആയിട്ട് നമ്മൾ ന്യൂസ് ചെയ്യുമ്പോഴും സാർ പറയും, എന്തെങ്കിലും റിവ്യൂ മലയാളം ഇതിന്റെ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ സാർ പറയും, ഓക്കെ യു ഹാവ് ടു ലൈക്ക് ഇറ്റ്സ് റാ, ഇറ്റ്സ് നോട്ട് യാ. അതിന്റെ പ്രശ്നം അതെ, ബിക്കോസ് കോഴിക്കോട്ടുകാർക്ക് റാ അങ്ങനെ എപ്പോഴും വരൂല്ല, യാ എന്നാണ് പറയാ, പോയാ മയ വായ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എനിക്കത് അങ്ങനെ ആയി. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് വഫയുടെ വീഡിയോ കണ്ടതിലുപരി ഇന്നിപ്പോ നേരിട്ട് സംസാരിച്ചപ്പോ പണ്ട് നമ്മുടെ ഈ എന്താണ് ലൈവായിട്ട് വിളിക്കുന്ന മ്യൂസിക് പ്രോഗ്രാംസ് ചില ചാനൽസില് അതിൽ പണ്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. എന്റെ ഇപ്പൊ കഴിച്ച കാപ്പി കുടിച്ചോ അല്ലെ, വിനോദയാത്രയിലൊക്കെ മലയാളി തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ എന്നാ ഫുൾ ടൈം ഉണ്ടായ, പക്ഷെ ഈ പറഞ്ഞ മാതിരി ലാംഗ്വേജിൽ പറയാതെ അങ്ങനെ ആയി പോയതാണ്. പക്ഷെ ഞാൻ ഫാമിലിയിൽ എത്തിക്കഴിഞ്ഞാൽ പക്ക കോഴിക്കോടായി സംസാരിക്കും. പക്ഷെ ഇപ്പോഴും ഞാൻ വോയിസ് റെക്കോർഡൊക്കെ അയച്ചു കഴിഞ്ഞാൽ എന്നെ കളിയാക്കൊണ്ട് അതേ രീതി തന്നെ തിരിച്ചയക്കും. വന്നില്ല. അപ്പോ ആ ഒരു ഭയങ്കര കംഫർട്ട് ഇതിൽ എത്തുന്ന സമയത്ത് ഐ ട്രൈ ഞാൻ എന്റെ പക്ക ഭാഷ കൊണ്ടുവരാൻ അവിടെ ഇവിടെയൊക്കെ പോവും. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് വൈറലായ ആ ഒരു ലാംഗ്വേജ് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്, പറാഠ. അതായിരിക്കും. അത് ആക്ച്വലി അതിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ഒരു ഫോറിനർ ഇങ്ങനെ ഒരു വീഡിയോ വ്ളോഗ്, ഐ ഗെസ് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറാഠ എന്ന് പറഞ്ഞു ഈ ഒരു പൊറോട്ട കഴിക്കുന്ന സമയത്ത്. ആൻഡ് ഞാൻ വീഡിയോ ചെയ്തത് ആക്ച്വലി പുറത്തു പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് പൊറാട്ട അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ പൊറോട്ട എന്നാണ് പറയുക, ബട്ട് ഇറ്റ്സ് യൂണിവേഴ്സലി അത് പറയുമ്പോൾ ഇറ്റ്സ് പറാഠ എന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ അത് പിന്നെ ആൾക്കാർ ട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ബട്ട് ഇറ്റ് വാസ് ഫൺ, രസമുണ്ടായിരുന്നു അതെല്ലാരും ചെയ്ത് കാണുമ്പോൾ. ഹേർട്ട് ആവാറുണ്ട് എന്തെങ്കിലും ട്രോൾസ്, നെഗറ്റീവ് കമന്റ്സ്? എനിക്ക് അങ്ങനെ ഹേർട്ട് ആവാറേ ഇല്ല, ഒന്നും ഹേർട്ട് ആവാറില്ല. കാരണം ഓൾറെഡി നമുക്ക് ഫേസ് ടു ഫേസ് നമ്മൾ ഈ വീസവി കാണുന്ന ആൾക്കാർ ഒക്കെ സംസാരിക്കുക, നമ്മളത് റിയാക്ട് ചെയ്യുന്നു, ആൾക്കാർ നമ്മളെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ നമ്മളെ എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലുള്ളത്? എനിക്ക് അങ്ങനെ ഒന്നും എഫക്ട് ചെയ്യില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി ഫാമിലി തന്നെ ഒരു റിബലാണ്. അപ്പോൾ അതിൽ നിന്നും കിട്ടി അതെ, ബിക്കോസ് ഐ എം എ മുസ്ലിം. പിന്നെ ഈ ഒരു ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളത് കൗണ്ടർ ചെയ്യും. അപ്പോ അതിനൊരുപാട് പറയുന്ന മാതിരി റിബലായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഐ മീൻ അത് ആ നീഡാണ് ഇപ്പൊ. പക്ഷെ കുറെ മനസ്സിലാക്കി തുടങ്ങി, എന്താണെന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ പിന്നെ അങ്ങനെ കെയർ ചെയ്യുന്നില്ല. ഓക്കെ, ഞാനൊരു റിലീജിയൻ ആയിട്ട് സംസാരിക്കാല്ല, പക്ഷെ എങ്കിൽ പോലും നമ്മള് പൊതുവേ കാണുന്നതാണ്, എനിക്കറിയില്ല, കാണാറുള്ള ഒരു കാര്യമാണ്. കുറച്ചും കൂടെ ഒരു റെസ്ട്രിക്ഷൻസ് കൂടുതൽ ഒരു മുസ്ലിം ഫാമിലിയിൽ കാണാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഫാമിലി ആയിരുന്നോ? റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, പക്ഷേ ചില മൊഡസ്റ്റി ആയിട്ട് നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് തന്നെ ഫോളോ ചെയ്യണം എന്നൊക്കെ ഫാമിലിയിൽ പറയാറുണ്ട്. പക്ഷെ ഞാൻ അത് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ പിന്നെ ആ ക്വസ്റ്റ്യൻ കേട്ട് മടുത്തതിന് ഓക്കെ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമല്ലോ. അപ്പൊ പിന്നെ മനസ്സിലായി ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, എന്തിനും ചോദ്യം ചോദിക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ വിടുന്നതാണ് നല്ലത് എന്നുള്ള അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി റിലിജൻ എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഫ്രീഡം കൊടുത്തിട്ടുള്ള ഒരു റിലിജൻ തന്നെയാണ് നമ്മളുടെ. പക്ഷെ ഇത് ആൾക്കാർ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതാ. അത് ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നതും. അപ്പം വിമൻ സബ്മിസീവ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ആണുങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിലുള്ള അത് വിശ്വാസികൾ തന്നെയാണ്. വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ്. ഐ ഡോണ്ട് തിങ്ക് നമ്മുടെ റിലിജനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഏറ്റവും പീസ്ഫുള്ളി ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റിയ, ഫോളോ ചെയ്യാൻ പറ്റിയ റിലിജൻ തന്നെയാണ്. അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ്. ഫാമിലി എങ്ങനെയാണ്? ഹസ്ബൻഡ് ഓക്കെ, ഹസ്ബൻഡ് ഉണ്ട്. ഐ ഹാവ് 2 kids. ഒരാളിപ്പം 10 വയസ്സാവാറായി, ഒരാൾ 3.5 വയസ്സായി. ഹസ്ബൻഡ് ഈ പറഞ്ഞ മാതിരി ഒരു ഓൺട്രപ്രന്യൂർ ആണ്, പക്ഷെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ചിലപ്പോൾ കുറെ ആൾക്കാർ അത് നിന്റെ ഭാര്യ എന്റെ ട്രോൾ വന്നു എന്ന് നോക്കുന്ന പറയാം, ലെറ്റർ ഡു, എന്തെങ്കിലും ആവട്ടെ,
അപ്പോൾ അവർക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം ലെറ്റ് ഡു. പിന്നെ അങ്ങനെ യുനോ നമ്മളെപ്പോഴും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഫെമിനിസ്റ്റുകളുടെ ഫാമിലി ലൈഫ് ഭയങ്കര മോശമായിരിക്കും. ഞാൻ അതാണ് ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ തന്നെ മേജർ പോർഷൻസ് ലൈക്ക് നമ്മൾ എന്തായാലും ആണുങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഇല്ലെങ്കിൽ മെൻ 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 എന്ന് പറയുന്നിടത്ത് ഹൗസ് ഹസ്ബൻഡ്സ് റിയാക്ഷൻ ഉണ്ടാകും. അത് ഹസ്ബൻഡിന് അറിയാം എന്താണ് ഞാൻ പറയണെന്നുള്ളത്. അപ്പോൾ എന്നോട് എടുക്ക നീ ഇതിലാണ് നീ റിയാക്ട് ചെയ്യേണ്ടത്, ഇത് നോക്കുന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് പറയാറുണ്ട്. ഇപ്പം ഇന്നലെ അക്വീറ്റഡ് ആയ ഒരു ആക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഹി ടോൾഡ് മീ ഓക്കെ ഇത് ഇങ്ങനെ നീ പറ, ഇത് നോക്ക്, നീ റിസർച്ച് ചെയ്തിട്ട് സംസാരിക്കുന്ന എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഇപ്പം ഫെമിനിസ്റ്റുകൾ ഭയങ്കര ചൂസി ആയിരിക്കും. കാരണം ലൈഫ് പാർട്ട്ണർ ആയിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ ഈ പറയുന്ന ഫെമിനിസത്തിന്റെ ഐഡിയോളജി എന്താന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കുന്നത് ഫെമിനിസ്റ്റുകളാണ്. ബിക്കോസ് അവർക്ക് അറിയാം ആരെയാണ് ചൂസ് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യുള്ളൂ. ഇനി ചൂസ് ചെയ്ത ആൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വാക്ക് അവേ ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവർക്ക് ഉണ്ട് എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് അവർ വളരെ ധൈര്യപൂർവ്വം പുറത്തു പോകുന്നത്. അല്ലാതെ ഈ പറഞ്ഞ മാതിരി ആരോ ഈ അടുത്ത് ഏതോ ഒരു സെലിബ്രിറ്റി ഇത് പറഞ്ഞു ഞാൻ കേട്ടു, ഫെമിനിസ്റ്റുകൾക്ക് ഭർത്താവ് ഇതൊന്നും ഇല്ലാത്തോടെ ഇങ്ങനെ പറയണത്. അവരാണ് ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ബിക്കോസ് അവർക്ക് അവരുടെ റൈറ്റ്സിനെ കുറിച്ചും ഫ്രീഡത്തിനെ കുറിച്ചും വളരെ വലിയ ധാരണയുണ്ട്. ഓക്കെ, ഇപ്പൊ ഇൻ ബിറ്റ്വീൻ പറഞ്ഞു പോയ ഒരു കാര്യം തന്നെ ചോദിക്കുകയാണ്, ഒരു ലേറ്റസ്റ്റ് കേസിനെ പറ്റിയിട്ട് എന്താണ് ഒരു പോയിന്റ് ഓഫ് വ്യൂ? ഞാനത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. 2 ദിവസം ഞാൻ അതിൽ തന്നെ പെട്ട് കിടക്കുമായിരുന്നു. ബിക്കോസ് നമുക്ക് ഭയങ്കര ഒരു ഇൻജസ്റ്റിസ്, അതിൽ കൂടുതലൊന്നും പറയാനില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ആൾക്കാർ പറയല്ലോ തെളിവില്ലാത്തത് കൊണ്ടാണ് കോടതി വെറുതെ വിട്ടതെന്ന്. പക്ഷേ 28 ആൾക്കാർ കൂറുമാറി, പിന്നെ മെമ്മറി കാർഡിന്റെ ടാമ്പറിങ് നടന്നു. ഇതെല്ലാം അവിടെ നടന്നിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിലാണ്. അത് അത്രയ്ക്ക് വീക്ക് ആയതുകൊണ്ടല്ലേ, ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ് നടന്നിട്ടുള്ളത്. അപ്പം ഈ കുറെ ആൾക്കാർ പറയുന്നുണ്ട് വിധർ അവളോടൊപ്പം അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും ഓക്കെ ഇന്ന പ്രതിനെ ഓക്കെ അക്യൂസ്ഡ് ആയ ഒരാളെ വെറുതെ വിട്ടു, അതിൽ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയുന്നതും ഇത് തമ്മിൽ ഭയങ്കര കോൺട്രാഡിക്ഷൻ ആണ്. രണ്ടും അത് പറഞ്ഞു വീഡിയോയിൽ താഴെയാണെങ്കിലും ഞാൻ കണ്ട കുറെ കമന്റ്സ് ഉണ്ട്, ലൈക് സെയിം തിങ്. ആൾക്കുള്ള ഒപ്പോസിഷൻ പോലെ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സർക്കാരിനെക്കാട്ടിലും അല്ലെങ്കിൽ പിണറായി വിജയൻ സാറിനെയും കാട്ടിലും പവർ ഉണ്ടോ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂവിൽ ഇരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വാട്ട്സ് യുവർ പോയിന്റ് ഓൺ ദാറ്റ്. കാരണം നമ്മുടെ നാട്ടിലെ പല കേസുകൾ എടുത്തു നോക്കിയാലും, അതിപ്പോ നാഷണൽ ആയിട്ടുള്ള ന്യൂസ് എടുത്തു നോക്കിയാലും, ജസ്റ്റിസ് കിട്ടാത്ത അല്ലെങ്കിൽ നല്ലൊരു വേർഡിക്റ്റ് വരാത്ത ഒരുപാട് കേസുകളുണ്ട്. ഇപ്പം ഉമർ ഖാലിദിന്റെ കേസ് എടുത്തു നോക്കിയാലും, ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇതേപോലത്തെ എന്തെടുത്ത് നോക്കിയാലും നല്ലൊരു വേർഡിക്റ്റ് വരാത്ത അല്ലെങ്കിൽ ബെയിൽ പോലും കിട്ടാത്ത മനുഷ്യന്മാരുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആ ലീഗൽ സിസ്റ്റത്തിന്റെ പ്രശ്നം തന്നെയാണ്. ആര് എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ കോടതിയല്ലേ തീരുമാനിക്കലെന്ന് പറഞ്ഞാലും ഈ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ, അത് മാറിയാലും മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള വേർഡിക്റ്റ് ഉള്ളൂ. അതിനാണല്ലോ നമ്മൾ അതിൽ നിന്നും മുകളിലേക്ക് അപ്പീൽ കൊടുക്കുന്നതൊക്കെ. സോ വെയിറ്റിംഗ്. ഓക്കെ, ഇപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യും, കുറെ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പം ഫാമിലിയുടെ സൈഡിൽ നിന്ന് എപ്പോഴെങ്കിലും ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്? ഞാൻ ഹസ്ബൻഡിനെ അല്ല ഉദ്ദേശിക്കുന്നത്, മൈ മോം. അതെങ്ങനെയാ വെച്ചാല് ഞാനൊരു സൈഡ് വയ്ക്കും, മൈ മോം ആൻഡ് മൈ സിസ്റ്റേഴ്സ് ആർ ഓൺ ദി അതർ സൈഡ്, അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. അപ്പം അവർ പറയും വേണ്ട, ബിക്കോസ് എല്ലാവരും ഭയങ്കര കൺസേൺഡ് ആയത് എന്താ വെച്ചാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നാണ്, നൈബേഴ്സ് എന്ത് പറയും, റിലേറ്റീവ്സ് എന്ത് പറയും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അതൊരു തെറ്റൊന്നല്ല, ബിക്കോസ് അവർ അങ്ങനെ ഒരു കണ്ടീഷൻ ചെയ്ത് വളർന്ന എല്ലാവരും അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ പറയുമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ഇനിയും സംസാരിക്കും എന്ന് പറയും. അപ്പോൾ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറയല്ലോ. അതുകൊണ്ട് പിന്നെ അതിൽ ഇടപെടാറില്ലേ ഇപ്പൊ അങ്ങനെ. സിബ്ലിങ്സ് ഉണ്ടോ? ഐ ഹാവ് 2 siblings. അതായത് 2 sisters ആണ്. ഒരാള് ആർക്കിടെക്ട് ആണ് ഇപ്പം, പിന്നെ ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഒരാളിപ്പം കല്യാണമാണ്, ഈ 27th കല്യാണമാണ്. അവരും ഇതുപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയോളജീസ് ഒക്കെ വെക്കുന്ന ആളാണോ? ഞാൻ സംസാരിക്കാറുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ആരാണെങ്കിലും. ഞാനത് സംസാരിച്ചിട്ട് ഇങ്ങനെയാണെന്ന് പറയാൻ ശ്രമിക്കാറുണ്ട്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ചോയ്സ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ്. അതായത് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ച ആ ഒരു സമൂഹത്തിൽ നിന്ന് ജീവിച്ചതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താ പോയി പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളത്. പക്ഷെ അത് ജീവിച്ച് അതിന്റെ എക്സ്പീരിയൻസ്
നമ്മൾ അത്രയും എക്സ്പീരിയൻസ് ആയി മാറുമ്പോൾ അത് നമ്മൾ റിഗ്രറ്റ് ചെയ്യും കുറെ കഴിയുമ്പോൾ. ഓക്കെ, അതിപ്പോൾ ഏതൊരു ടോപ്പിക് ആയിക്കോട്ടെ, ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിക്കോട്ടെ, ചോയ്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ആദ്യം നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. കുറെ കഴിഞ്ഞാൽ വിൽ അണ്ടർസ്റ്റാൻഡ്, ഗ്രാജുവലി മാറി. ഇപ്പൊ കുറെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, പിന്നീട് മനസ്സിലാക്കി. Is there any content like ആരെങ്കിലും പറഞ്ഞതിന് ശേഷം ഡിലീറ്റ് ചെയ്യാൻ തോന്നിയത് ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നി ഡിലീറ്റ് ചെയ്യാൻ തോന്നിയത് ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് ഐ തിങ്ക് ആസിഫിന്റെ ഒരു കോണ്ടന്റ് ചെയ്തപ്പോ ഞാൻ ആക്ച്വലി ആസിഫിന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോഴും ഞാൻ എതിരെ തന്നെയാണ്. ബിക്കോസ് ഒരു സ്പെഷ്യലി ഏബിൾഡ് ആണെന്ന് തോന്നുന്നു അതിന് ഞാൻ ചെയ്തത്. അവരും മോശമായിട്ട് ആസിഫിന്റെ ഉമ്മനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതിനെ കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാൾ ഭാഗത്തും ഒരിക്കലും ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ഒരാളെ കുറിച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. എന്തോ ബിഹേവിയറൽ ഇഷ്യൂ ആണ്, ഐ ഡോണ്ട് നോ. ബിഹേവിയറൽ ഇഷ്യൂ ഉള്ള ഒരാളെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ആസിഫ്. അതേപോലെ ഇങ്ങനെ ഒരു പറയാൻ പാടില്ല. അത് രണ്ടുമാണ്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. അല്ലാതെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല. ഓക്കെ, ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആസിഫ് എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ള ഒരു ഫാക്ട് ചെക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ബിക്കോസ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അവർ സ്റ്റോറി ഇട്ടതായിരുന്നു, വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആസിഫ് എനിക്ക് വോയിസ് ക്ലിപ്പ് അയച്ചു, ഇങ്ങനെയാണ് ഞാൻ സ്റ്റോറി ഇട്ടിട്ട്, ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ എനിക്ക് ഈ സംഭവം അറിയില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് നിങ്ങൾ ചെയ്തത് മോശം തന്നെയാണ്. നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ആൾക്കാരെ നോക്കി വേണം ചെയ്യാൻ. അപ്പം നമ്മൾ അതേ ഇത് തന്നെ തിരിച്ചും ചെയ്ത് കഴിഞ്ഞാല് അവരും നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. അപ്പൊ അത് മാത്രം ഫസ്റ്റ് ഈ ഒരാള് മെസ്സേജ് പറയുമായിരുന്നല്ലോ, ആദ്യം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, ബോഡി ഷേമിംഗ് ചെയ്തു എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടാണല്ലോ വീഡിയോ ചെയ്തിട്ടത്. അപ്പൊ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആസിഫിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ശരിക്കും ചെയ്തതാണോ? ഞാൻ ആസിഫിനോട് സംസാരിച്ചില്ല, കാരണം ആ ആള് നെയിം റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പേടിയാണ്, എനിക്ക് കുറെ സൈബർ ബുള്ളിങ് കിട്ടും, നെയിം റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ് ആസിഫ എന്നല്ല, ഈ ഇന്ന വ്യക്തിയാണെന്ന് ആസിഫ് എന്നോട് പറയുന്നത്, ഇങ്ങനെയുള്ള ആളാണ്, ഇയാളുടെ വീഡിയോ നോക്കുന്നൊക്കെ. പക്ഷെ എനിക്കിത് ആരാന്ന് അറിയില്ലല്ലോ. അപ്പം പക്ഷെ എനിക്ക് ആസിഫിന്റെ എല്ലാ പ്രൂഫും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെല്ലാം കണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, മെസ്സേജ് ചെയ്തത്. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് പേടിയായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ റിവീൽ ചെയ്യാത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര അങ്ങനത്തെ പ്രൂഫുകളാണ് അയച്ചു തന്നത്. സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ നിന്നിട്ട് ആക്രമിക്കാം, ഭയങ്കര മോശം പറയാ, പിന്നെ ഈ ക്വീർ ആയിട്ടുള്ള പീപ്പിളിനെ കുറിച്ചിട്ട് മോശം സംസാരിക്കാം. അപ്പൊ പിന്നെ എനിക്ക് തോന്നി ഓക്കെ, ഐ ഹാവ് ടു റിയാക്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. പിന്നെയാണ് അതിന് വീഡിയോക്ക് ശേഷമാണ് ആസിഫ് പറഞ്ഞത്. അപ്പോൾ ഒബ്വിയസ്ലി ആ രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു. അപ്പോൾ ഐ ഡിലീറ്റഡ് ചെയ്തു ആ വീഡിയോ. ഓക്കെ.